നമസ്കാരം. ഡോണ്ട് ബിലീവ് എവരി തോട്ട്. നിന്റെ എല്ലാ ചിന്തകളും വിശ്വസിക്കരുത്. പലപ്പോഴും എന്താ ചെയ്യുന്നത്? എല്ലാ ചിന്തകളെയും സത്യമാണെന്ന് കരുതി നമ്മൾ വിശ്വസിക്കും. നമ്മുടെ എല്ലാ ചിന്തകളും സത്യമാണോ? അതാണോ റിയാലിറ്റി? ശരിക്കും റിയാലിറ്റി എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണോ? അല്ല, നാം വിശ്വസിക്കുന്നതാണ് റിയാലിറ്റി. അപ്പോൾ മനസ്സിൻ്റെ തെറ്റായ ചിന്തകളെ നാം റിയാലിറ്റി ആണെന്ന് കരുതി വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാതിരിക്കുക. അതുകൊണ്ട് പലപ്പോഴും എന്ത് തോന്നും? നമുക്ക് കഴിവില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നാം അതിന് പറ്റിയ ആളല്ല, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? മനസ്സ് പലപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. എന്തിൽ നിന്ന്? നമ്മുടെ പഴയകാല അനുഭവങ്ങൾ, പഴയകാല പേടികൾ, പഴയകാല സംശയങ്ങൾ, ജീവിതത്തിലെ ദുരനുഭവങ്ങൾ, പണ്ട് നടന്നിട്ടുള്ള പല ഇൻസിഡൻസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തകളായിട്ട് വരും. മനസ്സെന്താ പറയുന്നത്? ഇനി ഒരു അപകടത്തിൽ പോയി ചാടരുത് എന്ന് പറഞ്ഞ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ അബോധ മനസ്സിൽ കിടക്കുന്ന ആ കാര്യങ്ങളല്ല സത്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെ അനാവശ്യ ചിന്തകൾ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ഒരു നിമിഷം ശാന്തമായിരുന്ന് ആലോചിക്കുക. അത് റിയാലിറ്റിയാണോ അതോ മനസ്സ് നമ്മളെ സംരക്ഷിക്കാൻ പറയുന്നതാണോ? പലപ്പോഴും മനസ്സ് പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. അതുകൊണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. ഡോണ്ട് ബിലീവ് എവരി തോട്ട്, ചൂസ് വാട്ട് യു ബിലീവ്. എല്ലാ ചിന്തകളെയും വിശ്വസിക്കരുത്. എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് നിന്റെ കഴിവാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് മാത്രമേ വിജയിക്കുകയുള്ളൂ. നല്ലത് മാത്രം വിശ്വസിക്കുക. മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാതിരിക്കുക. കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തെ തിരിച്ചറിയുക. എല്ലാം റിയാലിറ്റി ആണെന്ന് കരുതി ഇരിക്കാതെ ശരിക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഒന്ന് ചിന്തിക്കുക, പഠിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.